തക്കാളി ചട്നി പല രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കണ്ടിട്ടുണ്ടാവൂലേ. എന്നാൽ തക്കാളി അരിയും വേണ്ട, ഞൊടിയിടയിൽ വെറൈറ്റി ആയിട്ട് നമുക്കൊന്ന് ഉണ്ടാക്കി കണ്ടാലോ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഐസസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഷാഹിദ. ഇന്ന് വന്നിട്ടുള്ളത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തക്കാളി ചട്നീൻ്റെ റെസിപ്പിയാണ്. നമുക്ക് ഇഡലിൻ്റെ കൂടെ ദോശയുടെ കൂടെ ഒക്കെ പെട്ടെന്ന് സെർവ് ചെയ്യാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് അരിയോ ഒന്നും വേണ്ട. അപ്പോൾ അതെങ്ങനെ നോക്കാം, വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു 3 തക്കാളി എടുത്തില്ല കേട്ടോ. അപ്പോൾ ഒന്ന് അപ്പോൾ തന്നെ കേടായിരുന്നേ. അപ്പോൾ ഇതുപോലെ ഒന്ന് നടുക്കൊന്ന് പുലർത്തി അതുപോലെ ഒന്ന് 2 ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്യാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കാം. ശേഷം ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള കുറച്ച് പച്ചമുളകും വെളുത്തുള്ളി പിന്നെ ഒരു വറ്റൽമുളക് ഉണ്ടല്ലോ, അത് 2 or 3 ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ ചെയ്ത് നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പം നിങ്ങളൊന്ന് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാൻ ഇതിൻ്റെ തോലൊക്കെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു സവാള ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് പകരമായിട്ട് ചെറിയുള്ളി ഇട്ട് കൊടുത്താണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതൊന്നും ഇങ്ങനെ ഇതുപോലെ ഉടച്ചെടുക്കുകയാണ് ചെയ്തത്. ഇനി നമുക്ക് എന്ത് വെച്ചാൽ ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഉഴുന്ന് പരിപ്പും പിന്നെ കടുക് പിന്നെ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇത്തിരി മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ എന്നിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ നല്ലൊരു കളർ കൂടിയും വരും കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. നമുക്ക് നന്നായിട്ട് സെർവ് ചെയ്യാം. അപ്പം നമ്മളെ ഇഡലിൻ്റെ കൂടെ അതുപോലെ തന്നെ ദോശയുടെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടാണ്. ഇതുപോലെ ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം എന്തായാലും നിങ്ങൾ ട്രൈ ആക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ താഴെ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം നിങ്ങളൊരു ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ എനിക്ക് വീണ്ടും നിങ്ങളുടെ മുന്നിൽ വേറെ വെറൈറ്റി ആയിട്ട് വേറെ വീഡിയോസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇൻഷാ അല്ലാഹ് നാളെ നല്ലൊരു വീഡിയോ ഇട്ട് അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.